വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ബോളിവുഡിന്റെ നായികാ സങ്കല്പത്തെ തന്നെ മാറ്റിമറിച്ച നടിമാരിൽ ഒരാളാണ് വിദ്യാ ബാലൻ. ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആകാൻ ഒരു പുരുഷ താരവും ആവശ്യമില്ലെന്ന് തെളിയിച്ച നായിക. തന്റെ പ്രകടനം കൊണ്ടും സിനിമകളുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടുമാണ് വിദ്യാ ബാലൻ ബോളിവുഡിന്റെ സൂപ്പർ നായികയായി മാറിയത്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ വിദ്യ കഹാനി ഉൾപ്പെടെയുള്ള ഹിറ്റ് സിനിമകളുമായി കരിയറിൽ മുന്നേറി. കരിയറിൽ തുടർന്നും വീഴ്ചകളുണ്ടായെങ്കിലും ഇന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ബോളിവുഡിൽ വിദ്യയ്ക്കുണ്ട്. ബോളിവുഡിൽ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ചെയ്തു തുടങ്ങിയ നടിമാരിൽ ഒരാൾ കൂടിയാണ് വിദ്യ. താരം തുറന്നിട്ട പാതയിലൂടെയാണ് പിന്നീട് പല നടിമാരും എത്തിയത്. വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കിയിട്ടുണ്ട് വിദ്യ. സാമൂഹിക പ്രസക്തിയുള്ളതും കുട്ടികളെയും സ്ത്രീകളെയും സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുമൊക്കെ അവർ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാറുണ്ട്. പല കാര്യങ്ങളിലുമുള്ള തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാറുമില്ല വിദ്യ. തനിക്ക് നേരിടേണ്ടി വരുന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ചും വിദ്യാ ബാലൻ മിക്ക അഭിമുഖങ്ങളിലും സംസാരിക്കാറുണ്ട്. സൈസ് സീറോ നായികമാർ അരങ്ങുവാഴുന്ന ബോളിവുഡിൽ പലപ്പോഴും അവസരങ്ങൾ ലഭിക്കാതിരുന്നിട്ടുണ്ടെന്നും പലരും വണ്ണം കുറയ്ക്കാൻ നിർദ്ദേശിച്ചെന്നും വിദ്യാ ബാലൻ ഒരിക്കൽ തുറന്നു പറയുകയുണ്ടായി. ഇപ്പോഴത്തെ ബി ടൗണിലെ ഫാഷൻ സങ്കല്പങ്ങളും മുൻവിധികളും തന്നെ മാനസികമായി ബാധിച്ചതിനെ കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് വിദ്യാ ബാലൻ. ഒരു ഫിലിം അവാർഡ് ഫംഗ്ഷനിൽ മോശമായി ഡ്രസ്സ് ചെയ്തതിലുള്ള അവാർഡ് എനിക്കായിരുന്നു. ഞാനന്ന് തകർന്നുപോയി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിച്ചു. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പത്രങ്ങളും ആളുകളും തന്നെ പരിഹസിച്ചെന്നും വിദ്യാ ബാലൻ തുറന്നു പറഞ്ഞു. തന്റെ ആത്മവിശ്വാസത്തെ ഈ വിമർശനങ്ങൾ ബാധിച്ചെന്നും നടി വ്യക്തമാക്കി. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ തോന്നിയില്ല. കിസ്മത്ത് കളക്ഷൻ എന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് കാനഡയിൽ നിന്ന് വന്ന ശേഷം ബെഡിൽ തന്നെ കിടന്നു. ഒന്നും ചെയ്യാൻ തോന്നിയില്ല. സഹോദരിയും സഹോദരിയുടെ ഭർത്താവുമാണ് തന്നെ ആശ്വസിപ്പിച്ചതെന്നും വിദ്യാ ബാലൻ ഓർത്തു. ഡ്രസ്സിന്റെ പേരിലാണ് പ്രശ്നമെങ്കിൽ ഡിസൈനർമാർ എന്തിനാണ്? നന്നായി വസ്ത്രം ധരിപ്പിക്കാൻ അറിയാവുന്ന ഡിസൈനർമാരെ സമീപിക്കാൻ സഹോദരി തന്നോട് പറഞ്ഞു. എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് സഹോദരിയുടെ ഭർത്താവ് ചോദിച്ചത്. നടിയാകാനാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ അതിലേക്ക് ശ്രദ്ധ നൽകാൻ അദ്ദേഹം പറഞ്ഞു. പതിയെ താൻ ശുഭാപ്തി വിശ്വാസം തിരികെ പിടിച്ചെന്നും വിദ്യാ ബാലൻ പറയുന്നു. ഇതിനിടയിലാണ് ഡിസൈനർ സഫിയ സാജിയെ പരിചയപ്പെടുന്നത്. തനിക്കിഷ്ടമുള്ള സാരി ധരിക്കാൻ ആത്മവിശ്വാസം തന്നത് അദ്ദേഹമാണെന്നും വിദ്യ വ്യക്തമാക്കി. പിന്നീട് സാരിയിലാണ് വിദ്യ തുടരെ പൊതുവേദികളിൽ എത്തിയത്. സാരിയിൽ ഫാഷൻ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ വിദ്യാ ബാലനും കഴിഞ്ഞു. പ്രിയ ബാലൻ എന്നാണ് വിദ്യാ ബാലന്റെ സഹോദരിയുടെ പേര്. പ്രിയ ബാലന്റെ മകൾക്കൊപ്പം നിൽക്കുന്ന വിദ്യാ ബാലന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. വിദ്യയുടെ മകളാണിതെന്ന് പാപ്പരാസികൾ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. കരിയറിലെ തിരക്കുകളിലാണ് ഇപ്പോൾ വിദ്യാ ബാലൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.